ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അനേകം വസ്തുക്കൾ, അനേകം ഭക്ഷണ സാധനങ്ങൾ, അതിൻ്റെയൊക്കെ ദോഷഫലങ്ങൾ എന്താണെന്ന് നമുക്ക് യാതൊരു പിടിയില്ല. കൊക്കോക്കോള എല്ലാവരും വാങ്ങിച്ച് കുടിക്കുന്നു. കൊക്കോക്കോള അടങ്ങിയിരിക്കേണ്ട രാസവസ്തുക്കൾ എന്താണ് പൊതുജനത്തിന് അറിയത്തില്ല. അതുകൊണ്ട് ശരീരത്തിന് എന്തെല്ലാം ദോഷമുണ്ടെന്ന് നമുക്കറിയത്തില്ല. അതിനെക്കുറിച്ച് ആരും പരീക്ഷണങ്ങൾ നടത്തി നോക്കുന്നുമില്ല, അത് ഗവൺമെൻറ്റിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു തികച്ചും നമ്മളെ ചൂഷണം ചെയ്യുന്ന, അറിവ് കൊണ്ട് മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, പ്രകൃതിയിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ടാകും. മഴ പെയ്യാൻ തുടങ്ങിയാൽ മഴ മാത്രമേ ഉണ്ടാവുള്ളൂ, വെയിൽ വന്നു കഴിഞ്ഞാൽ വെയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, വലിയ വരൾച്ച ഉണ്ടാകും. ഇതൊക്കെയല്ലേ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അന്ന് പുരാണങ്ങളിലെ ദുർഗമൻ വേദം സ്വന്തമാക്കി എന്ന് പറയുന്നതും ഇന്ന് നമ്മൾ പറയുന്ന പോലെ അന്താരാഷ്ട്ര കുത്തകകളുടെ കയ്യിൽ അറിവ് അവർ സ്വന്തമാക്കി വയ്ക്കുന്നതും അല്ലെ ബഹുരാഷ്ട്ര കുത്തകളെ സ്വന്തമാക്കി വയ്ക്കുന്നതും ഒരേപോലെ തന്നെയാണ്. രണ്ടും ആശ്രിതമായ വൃത്തികളാണ്. അപ്പോൾ ഇതിനെതിരായിട്ട് ആ പ്രകൃതിയിൽ തന്നെ ഒരു ശക്തി ഉയർന്നു വരണം. അമ്മ ഇന്ന് പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നു, ശുചിത്വത്തെക്കുറിച്ച് പറയുന്നു, സംസ്കാരത്തെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് പറയുന്നു, കാരുണ്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും പറയുക മാത്രമല്ല പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ആ ദൈവിക ശക്തിയുടെ ഉദയം എന്ന് പറയുന്നത്. നമുക്ക് അവിടെ വളരെ ഒരു പറയാൻ, അന്ന് ദുർഗമനെ വധിക്കാൻ ദേവിയാണ് ദുർഗയായിട്ട് വന്നത്. ഇന്നിപ്പോൾ ആശ്രയ ശക്തികളെ വധിക്കാൻ ദേവി തന്നെ വീണ്ടും സ്ത്രീരൂപം തന്നെ കൈക്കൊണ്ട് അമ്മയുടെ രൂപത്തിൽ നമുക്കിടയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ കഥ, അന്ന് പറഞ്ഞ കഥയല്ലേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ പുരാണ കഥകൾ വെറും കെട്ടുകഥകളല്ല. ഇത് വെറും ബാലിശമായ ആട്ടിടയന്മാരൊക്കെ എഴുതിയ കഥകളൊന്നും അല്ല ഇത് ഋഷിമാർ അവരുടെ ദീർഘദൃഷ്ടിയിൽ കണ്ട് ഭാവി കാലത്തിനും കൂടി വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ള, രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിനെ പുരാണം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ പണ്ട് സംഭവിച്ചത് മാത്രമല്ല, പുരാ ഏവം നവാന്നും കൂടെയാണ്. അത് എല്ലാ കാലത്തും പുതുമയുള്ളതാണ്, എക്കാലത്തിന് സംഭാവ്യതയുണ്ട്. അങ്ങനെ ഈ അതിൽ പറഞ്ഞ സംഭവങ്ങൾ ഏത് കാലത്തും എപ്പോഴും നടക്കാൻ പറ്റുന്ന സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഗതിവിധികൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ ഇങ്ങനെ ആയിരിക്കും ഫലം വരിക. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ താളത്തിനൊത്ത് നമുക്ക് ജീവിച്ചു പോകാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കും. സമൂഹത്തിൽ നന്മ കൊണ്ടുവരാൻ സാധിക്കും. സമൂഹത്തിൽ ആ താളെല്ലാം സൃഷ്ടിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയണം. ഈ അസുരനും ദേവനും എന്ന് പറഞ്ഞാൽ വെറും കെട്ടുകഥകളൊന്നുമല്ല. ഇത് എല്ലാ കാലത്തും ഭൂമിയിലുള്ള, പ്രപഞ്ചത്തിലുള്ള, സമൂഹത്തിലുള്ള രണ്ട് ശക്തികളാണ്. അപ്പോൾ ഈ ശക്തികളുടെ പ്രവർത്തനം രണ്ടും നമുക്ക് സമൂഹത്തിന് ആവശ്യമാണ്. ഒന്നിനെ മാത്രമായിട്ട് നമുക്ക് ഒരിക്കലും നിലനിർത്താൻ സാധ്യമല്ല. ഒരിക്കലും അസുരന്മാരെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ ആർക്കും സാധിക്കില്ല. ഒരിക്കലും ദേവന്മാരെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ അസുരന്മാർക്കും സാധിക്കില്ല. ഇത് തമ്മിലുള്ളൊരു താളല്ലേ, നമ്മൾ ബാലൻസാണ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചില സന്ദർഭങ്ങൾ അസുരന്മാർക്ക് വിജയം ഉണ്ടാകുന്നു, അത് ആവശ്യമാണ്. നമ്മൾ ആർഷ സംസ്കാരത്തെക്കുറിച്ച് വളരെയധികമൊക്കെ പറയുന്നു. പക്ഷേ ആർഷ സംസ്കാരം വളരെ ജീർണിച്ചു പോയതുകൊണ്ടാണ് തകർക്കപ്പെടേണ്ടി വന്നത്, അതിനെ തകർക്കാൻ സാധിച്ചത്. അങ്ങനെ തകർപ്പെട്ടത് മാത്രമേ പുതിയൊരു സംസ്കാരം ഉയർന്നു വരത്തുള്ളൂ. ആ പുതിയൊരു സംസ്കാരത്തിൻ്റെ പിറവിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ സൃഷ്ടികർത്താക്കൾ നമ്മളൊക്കെയാണ്. ഈ കാലഘട്ടത്തിലാണ് നമുക്ക് ആ സൗഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. നമ്മെപ്പോലൊരു മഹാത്മാവിൻ്റെ ഒപ്പം നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. ആ മഹാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കാളികളാകാൻ സാധിക്കുന്നു. അപ്പോൾ വാസ്തവത്തിൽ നമ്മളൊക്കെ ഒരു നവയുഗ സൃഷ്ടാക്കളാണ്. ആ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മളീ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഈ ഒരു ഉത്തരവാദിത്വ ബോധം നമുക്കുണ്ടാവണം. നമ്മുടെ വാക്കും പ്രവൃത്തിയുമാണ് ഭാവി തലമുറകളെ സൃഷ്ടിക്കാൻ പോകുന്നത്, ഭാവി ഭാരതത്തെ സൃഷ്ടിക്കാൻ പോകുന്നത്. നമ്മളാണ് ശരിക്കും നമ്മുടെ ഋഷിമാർ സ്വപ്നം കണ്ട ഒരു ലോകത്തെ വീണ്ടെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങൾ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് എന്താ? ഈ മാറ്റങ്ങൾ വളരെ ക്രമേണ വന്നു സംഭവിക്കത്തുള്ളൂ. ഇത്രയും ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട്, ഇപ്പം 1000ഓളം വർഷങ്ങളായിട്ട് നമ്മുടെ ഭാരതം ഏകദേശം ഒരു അടിമ രാജ്യമായിട്ട് കഴിയുമായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടി കുറച്ച് 100 വർഷങ്ങളൊക്കെ ആയുള്ളൂ. പക്ഷേ ഈ 1000 വർഷങ്ങൾക്ക് ശേഷമുള്ള മാറ്റം എപ്പോഴും സംഭവിക്കുന്ന വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ്. അതാണ് ഞാൻ രാമരാവണ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞത്. ആയിരക്കണക്കിന് വർഷങ്ങൾ രാവണൻ ലോകം ഭരിച്ചു എന്നാണ് കഥകൾ പറയുന്നത്. വളരെ ദീർഘകാലം ഭരിച്ചു. ദീർഘകാലം ഭരിച്ചെങ്കിലും ആ രാവണൻ്റെ നാശത്തിന് 10 ദിവസമേ വേണ്ടി വന്നുള്ളൂ. കൗരവർക്ക് പാണ്ഡവരുടെ രാജ്യം പിടിച്ചടക്കി 12 വർഷം കാട്ടിൽ പറഞ്ഞയക്കാൻ പറ്റി. 1 വർഷം അജ്ഞാതവാസത്തിൽ നിന്ന് 13 വർഷം അവർ ഭരിച്ചു. പക്ഷേ ആ 13 വർഷത്തെ ഭരണം അവസാനിക്കാൻ 18 ദിവസമേ വേണ്ടി വന്നുള്ളൂ. അപ്പോൾ ഈ മാറ്റങ്ങൾ വളരെ വേഗമാണ് സംഭവിക്കുന്നത്.
ആ മാറ്റങ്ങൾ വളരെ വേഗം സംഭവിക്കും എന്നറിഞ്ഞുകൊണ്ട് അതിന് നമ്മളെപ്പോഴും തയ്യാറായിരിക്കണം. പ്രത്യേകിച്ച് ഈശ്വരശക്തികളുടെ ആവിർഭാവം ഉണ്ടാകുമ്പോൾ ആ ഈശ്വരശക്തികളുടെ ആവിർഭാവം എപ്പോഴും എങ്ങനെ പ്രവർത്തിക്കാൻ കൊണ്ട് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. കാരണം അവരുടെ തലം നമ്മൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. ശ്രീകൃഷ്ണൻ ഗോപന്മാരുടെ ഇടയിൽ പാട്ടും പാടി ഗോപികളുടെ വസ്ത്രം മോഷ്ടിച്ച് വെണ്ണയും മോഷ്ടിച്ചൊക്കെ നടക്കുന്ന സമയത്ത് അവരാരെങ്കിലും സ്വപ്നം കണ്ടിരുന്നോ? മഹാഭാരത യുദ്ധം പോലൊരു മഹത്തായ സംഭവത്തിൽ ഇദ്ദേഹമായിരിക്കും സൂത്രധാരൻ, ഭഗവാനായിരിക്കും നിയന്ത്രിക്കാൻ പോകുന്നതെന്ന് അവർക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ സാധിച്ചില്ല. അങ്ങനെ കൃഷ്ണനെ ഒരിക്കലും ഗോപികൾക്ക് സങ്കല്പിക്കാൻ സാധിക്കുമായിരുന്നില്ല, യാദവർക്ക് സങ്കല്പിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഞാൻ മഹാഭാരത യുദ്ധത്തിൽ അവസാനം മഹാഭാരത യുദ്ധം കഴിഞ്ഞു. ആ കൗരവവംശം തന്നെ, ആ വംശം തന്നെ ഇല്ലാതായെന്ന് പറയാം. കാരണം ക്ഷത്രിയന്മാരായിട്ട് വളരെ 10 പേരെ അന്ന് യുദ്ധക്കളത്തിൽ അവശേഷിച്ചുള്ളൂ, പുരുഷന്മാരായിട്ട്. അപ്പോൾ അങ്ങനെ ആ വംശം തന്നെ ഒടുങ്ങി. പിന്നീട് അവശേഷിച്ച് യാദവ വംശമാണ് ഭാരതത്തിലെ ഏറ്റവും ശക്തമായ പ്രബലമായ വംശമായി തീർന്നു. ആ വംശം ഒരു ദിവസം കൊണ്ട് ഇല്ലാതായി തീരുമെന്ന് അവരാരെങ്കിലും സ്വപ്നത്തിൽ വിചാരിച്ചു? ഇല്ല. അപ്പോൾ ഈ മാറ്റങ്ങൾ വളരെ വേഗം സംഭവിക്കും. പക്ഷേ ആ മാറ്റങ്ങൾക്ക് നമ്മൾ തയ്യാറായിരിക്കും. ആ മാറ്റങ്ങൾ വരുമ്പോൾ മറ്റെല്ലാവർക്കും സംഭവിപ്പം യാദവവംശം നശിക്കുമ്പോൾ ബാക്കിയെല്ലാം തമ്മിൽ തല്ലി നശിച്ചു. പക്ഷേ യുദ്ധവൻ ഈ തമ്മിലടിയിലൊന്നും പോകാൻ പോയില്ല, മറ്റവരുടെ കൂട്ടത്തിൽ തമ്മിലടിച്ച് നശിക്കാൻ പോയില്ല. കാരണം ഈ നാശം വരും എന്ന് ഭഗവാൻ സൂചിപ്പിച്ചിരുന്നു. അത് ഉദ്ധവൻ മനസ്സിലാക്കിയത് കൊണ്ട് ഭഗവാനിൽ നിന്ന് ഉപദേശം തേടി ആത്മജ്ഞാനത്തിൻ്റെ വഴിയിൽ അദ്ദേഹം മുന്നോട്ട് പോയി. അപ്പോൾ അതേപോലെ നമ്മളും ഇതൊക്കെ തിരിച്ചറിയണം. ഈ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ എത്ര വേഗമായിരിക്കാൻ സംഭവിക്കുന്നത്, പക്ഷേ അതിന് നമ്മൾ തയ്യാറായിട്ടിരിക്കണം. അങ്ങനൊരു മാറ്റം വന്നാൽ നമ്മുടെ പങ്ക് എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇനിയും ആ കഥയുടെ ഒരു സാരസ്യം തീർന്നിട്ടില്ല. ആ ദുർഗമൻ്റെ ഭരണത്തിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി ഋഷിമാരെല്ലാം പ്രാർത്ഥിച്ചു. എല്ലാ മനുഷ്യരും പ്രാർത്ഥിച്ചു. അമ്മയെ ദേവിയെ വിളിച്ച് പ്രാർത്ഥിച്ചു. ആപത്തിക്കും കരണീയെന്ന് പറയാറുണ്ടല്ലോ. ആപത്ത് വരുമ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം വിളിക്കുന്ന അമ്മയാണ്. അപ്പോൾ അമ്മയെ രക്ഷിക്കണമെന്ന് വിളിച്ചു. അല്ല, ഹൃദയം നൊന്തുള്ള രോദനം കേട്ടിട്ട് ദേവി പ്രത്യക്ഷയായി എന്നാണ് പറയുന്നത്. പക്ഷേ ജനങ്ങളുടെ ആ ദുരിതം കണ്ടിട്ട് നമ്മൾ ദേവിയെക്കുറിച്ച് സഹസ്രനാമത്തിലൊക്കെ വർണ്ണിക്കുമ്പോൾ സഹസ്രാക്ഷി, സഹസ്രപാദം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വർണ്ണിക്കും. സഹസ്രാക്ഷി എന്ന് പറഞ്ഞാൽ 1000 കണ്ണുള്ളവൾ, സഹസ്രപാദം 1000 കാലുള്ളവൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ദേവി പ്രത്യക്ഷപ്പെട്ടപ്പോൾ, ഈ കഥയിൽ ദേവി പ്രത്യക്ഷപ്പെടുമ്പോൾ ദേവി 1000 കണ്ണുകളിൽ കൂടിയും, ദേവിയുടെ 1000 കണ്ണുകളിൽ കൂടിയും ആ ജനങ്ങളുടെ ദുഃഖം കണ്ടിട്ട്, വിഷമം കണ്ടിട്ട് ആ കാരുണ്യത്തിൻ്റെ കണ്ണുനീരൊഴുകി എന്നാണ് പറയുന്നത്. ആ കാരുണ്യത്തിൻ്റെ കണ്ണുനീരൊഴുകി ഈ ലോകത്തിൽ മഴയായിട്ട് പെയ്തു. കാരുണ്യം മഴയായിട്ട് പെയ്തിറങ്ങി. അമൃതവർഷം എന്ന് പറഞ്ഞാൽ എന്താണത് വാസ്തവത്തിൽ? അത് കാരുണ്യത്തിൻ്റെ മഹാമാരി തന്നെയല്ലേ. ഇന്ന് നമ്മുടെ ജീവിതം സ്നേഹശൂന്യമായിട്ട് വരണ്ടുണങ്ങി വിണ്ട് കീറിക്കിടക്കുകയാണ്. ആ വിണ്ട് കീറിക്കിടക്കുന്ന മണ്ണിൽ അമ്മ ഒരു ശരിക്കും അമൃതവർഷമായിട്ട് പെയ്തിറങ്ങുകയാണ്. അമ്മയുടെ 1000 കണ്ണുകളിൽ നിന്നും ആ കാരുണ്യത്തിൻ്റെ കണ്ണുനീരാണ് ഒഴുകുന്നത്. ആ കണ്ണുനീരാണ് തെളിനീരായിട്ട്, ദാഹജലമായിട്ട് നമ്മൾ ഈ വേഴാമ്പലുകളെ പോലെ ഇരിക്കുന്ന നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയണം. അതിൻ്റെ സ്വാദം, ആ ജീവജലത്തിൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അമ്മയുടെ കണ്ണുനീർ തുള്ളികളാണ് ആ പ്രപഞ്ചത്തിൽ വീണ്ടും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും സ്നേഹവും കാരുണ്യവും എല്ലാം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നത്.